ഏത് പാതിരാത്രി ചെന്നാലും ഒരു സാധാരണക്കാരന് 24 മണിക്കൂറുള്ള ഒരു ഫാർമസിയും ഒരു ഡോക്ടറും അത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് കേരളത്തിൽ. അത് ഓരോ മുനിസിപ്പാലിറ്റിയിലോ അതല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിലൊക്കെ ആക്കിയ വലിയ ഉപകാരമായിരിക്കും സാധാരണക്കാരായ ആളുകൾക്കും വലിയ ആളുകൾക്കും ഒക്കെ. കാരണം നമ്മളെ നികുതി പണം കൊണ്ട് ഇവിടെ പല കാര്യങ്ങളും പല തോന്നിവാസനങ്ങളും കാട്ടിക്കൂട്ടുന്ന സമയത്ത് നമുക്ക് വളരെ വൃത്തിക്ക് നമുക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഡോക്ടർ, ഏറ്റവും നല്ല രൂപത്തിൽ അവിടുന്ന് മരുന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫാർമസി. നമ്മൾ രാത്രിയൊക്കെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എമർജൻസി ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മരുന്ന് എഴുതും, മരുന്ന് അവിടെ ഉണ്ടാവില്ല, പുറത്തുനിന്ന് മേടിച്ചോ എന്ന് പറയും. അത്യാവശ്യമായിട്ട് രാത്രി ഒരാൾ കയറി ചെല്ലുന്ന സമയത്ത് പിറ്റേ ദിവസം രാവിലത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത്. അത് വലിയൊരു ടൗണൊന്നും അല്ലെങ്കിൽ അന്ന് രാത്രി ആ മരുന്ന് കിട്ടൽ പ്രയാസമായിരിക്കും. പൊതുവേ ഉണ്ടാവില്ല, എറണാകുളമായിട്ടുള്ള സിറ്റികളിലൊക്കെ ഉള്ളൂ 24 hours ഫാർമസി ഉള്ളത്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളാണ് ആദ്യം ഏത് സർക്കാർ വന്നാലും നന്നാക്കേണ്ടത്. നിങ്ങൾ അദാനി ഗ്രൂപ്പുമായിട്ട് അംബാനി ഗ്രൂപ്പ് ആരെക്കൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷെ ജനങ്ങൾക്ക് സാധാരണക്കാരായ ഒരു 60% 70% ആളുകൾക്ക് വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഓരോ കാര്യവും നിങ്ങൾ വ്യക്തമായി തിരിച്ചറിഞ്ഞ് ചെയ്തിട്ടില്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, വാർദ്ധക്യം പിടിച്ച ആളുകളുണ്ട്, ഇവരിലേക്കൊക്കെ നിങ്ങളുടെ ഒരു പഞ്ചായത്ത് നിന്ന് മുഖേന അല്ലെങ്കിൽ ഒരു മെമ്പർ മുഖേന എത്തിച്ചേർന്ന് നിങ്ങളടുത്തേക്ക് അവർ വരാതെ അവരടുത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെ ചെല്ലാൻ പറ്റുമെന്ന് കരുതിയാൽ ഒരിക്കലും അവർ നിങ്ങളെ മറക്കൂല. ഇവിടെ ഏത് പാർട്ടി ഭരിക്കണം എന്നുള്ളതല്ല, ഭരിക്കുന്ന പാർട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിപ്പോൾ BJP-കാരനായാലും കോൺഗ്രസ്സുകാരനായാലും LDF-കാരനായാലും BJP കേന്ദ്രത്തിലേക്ക് നമുക്ക് പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ ഇവിടെ ചിലപ്പോൾ നമ്മൾ BJP ഒരു മെമ്പറൊക്കെ ജയിച്ചു പോയിട്ടുണ്ടാവും. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ആ വ്യക്തി നല്ലതായിരിക്കാം, ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആവും. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കണ ഒരു സർക്കാർ, അല്ലെങ്കിൽ സാധാരണക്കാർ സംസാരിച്ചിട്ട് കാര്യമില്ല, പ്രവർത്തിക്കണ ഒരു സർക്കാർ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അതിലേറ്റവും നന്നായിട്ടുള്ളത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു കേരളത്തിലൊരു 70% വരുന്ന ആളുകൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്.